നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഒരു കസ്റ്റമർ സപ്പോർട്ട് കം അഡ്മിൻ ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഈ അവസരം യഥാർത്ഥത്തിൽ ടെക്നോപാർക്ക് തിരുവനന്തപുരത്തെ ഒരു മികച്ച കമ്പനിയിലുള്ള ഓപ്പർച്യൂണിറ്റിയാണ്. സ്വാഭാവികമായിട്ടും ആ ഡെസിഗ്നേഷനിൽ നിന്ന് മനസ്സിലാക്കാം കസ്റ്റമർ സപ്പോർട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനുള്ള സേവനങ്ങൾ കൊടുക്കുക, നല്ല ആശയവിനിമയ ശേഷിയുള്ളവർ, അതുപോലെ അഡ്മിൻ സ്റ്റാഫിനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നവർ. അപ്പോൾ ഈ തരത്തിലുള്ള കുറേ ക്വാളിഫിക്കേഷനുള്ള ഒരു ജോലിയാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെ എലിജിബിലിറ്റി വേണം, എങ്ങനെ അപ്ലൈ ചെയ്യണം, ബാക്കി കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഈ മേഖലയിൽ കസ്റ്റമർ സപ്പോർട്ട്, കസ്റ്റമർ സർവീസ്, അഡ്മിൻ മേഖലയിൽ നിങ്ങൾക്ക് ഒരു ജോലി നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റി ഒന്ന് ശ്രദ്ധിക്കുക, ഇതിനു വേണ്ടി ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു കസ്റ്റമർ സപ്പോർട്ട് ജോലിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടുന്ന സ്കിൽസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സപ്പോർട്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ആ ഒരു തരത്തിലുള്ള പ്രൊഫഷണൽസിന് വേണ്ടുന്ന സ്കിൽസ് ആയിരിക്കും. അതുകൂടാതെ ഒരു അഡ്മിൻ റോളും കൂടെ ഈ കമ്പനി ഈ കാൻഡിഡേറ്റിൽ നിന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ബ്രാൻഡ്ഫെൽ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു കമ്പനി, അവർ ടെക്നോപാർക്ക് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. അപ്പോൾ അവരാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് എന്തൊക്കെ ക്വാളിഫിക്കേഷൻസ് ആണ് അല്ലെങ്കിൽ എലിജിബിലിറ്റി ആണ് ഇവർ ആവശ്യപ്പെടുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം MS ഓഫീസ് അല്ലെങ്കിൽ ഒരു ബേസിക് കമ്പ്യൂട്ടർ സ്കിൽസ് ഉള്ള ഒരാളായിരിക്കണം. മൈക്രോസോഫ്റ്റ് ഓഫീസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം. അതായത് വേർഡ്, എക്സൽ, പവർ പോയിൻറ്റ് പോലെയൊക്കെയുള്ള ബേസിക് കമ്പ്യൂട്ടിംഗ് ടൂൾസ് അത് തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ സപ്പോർട്ട് എക്സിക്യൂട്ടീവിന് എപ്പോഴും ആവശ്യമുള്ളതായതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അതുപോലെ മറ്റ് ചില ടൂൾസ് അവർ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ വർക്ക് സ്പേസ് പോലെയുള്ള ടൂൾസ് ഉപയോഗിച്ച് പരിചയം വേണം. CRM പ്ലാറ്റ്ഫോം ഏതെങ്കിലുമൊക്കെ ഉപയോഗിച്ച് മുൻപുള്ള കമ്പനികളിലൊക്കെ CRM സോഫ്റ്റ്വെയറുകൾ ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളയാൾ. CRM എന്ന് പറഞ്ഞാൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ. കസ്റ്റമേഴ്സിൻ്റെ ഡേറ്റയൊക്കെ എൻ്റർ ചെയ്യുക, സമയത്ത് അലേർട്ടുകൾ വെക്കുക, അതിൽ ഓരോ ദിവസവും വരുന്ന അലേർട്ടുകൾ അനുസരിച്ച് കസ്റ്റമേഴ്സിനെ ഫോളോ അപ്പ് ചെയ്യുക. അങ്ങനെ കസ്റ്റമേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസിനെയാണ് നമ്മൾ CRM സോഫ്റ്റ്വെയർ എന്ന് വിളിക്കുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഉപയോഗിച്ചുള്ള പരിചയം. ചുരുക്കം പറഞ്ഞാൽ ബേസിക് കമ്പ്യൂട്ടിംഗ് സ്കിൽസ് വേണം. കമ്പ്യൂട്ടർ ഒന്ന് ഉപയോഗിച്ചുള്ള പരിചയം നല്ല രീതിയിൽ തന്നെ ഉള്ള ഒരു ആളായിരിക്കണം. അടുത്ത ഒരു കാര്യം, ഇംഗ്ലീഷ് സ്കിൽസ്. ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് എക്സലൻറ്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നല്ല രീതിയിൽ ഇംഗ്ലീഷ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന, മലയാളമല്ല അറിയാത്ത മറ്റു ഭാഷകളിലുള്ളവരോടും ആശയവിനിമയം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് സ്കില്ലും ഒരു വൊക്കാബുലറി സ്കില്ലെന്ന് അവർ എടുത്തു പറയുന്നുണ്ട്. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ ഉപയോഗം. ഇംഗ്ലീഷിലുള്ള വേർഡ്സ് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഉപയോഗിക്കാനായിട്ടും അതിൽ മറ്റ് ലാംഗ്വേജിലോ അല്ലെങ്കിൽ മലയാളമല്ലാതെ മറ്റ് ഭാഷകൾ ഉപയോഗിക്കുന്ന ആൾക്കാർ, പീപ്പിൾ ഹു ആർ നോട്ട് കംഫർട്ടബിൾ ഇൻ ഇംഗ്ലീഷ്, യു ഷുഡ് ബി ഏബിൾ ടു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദോസ് പീപ്പിൾ ഇൻ ഇംഗ്ലീഷ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു കേപ്പബിലിറ്റി നമുക്ക് വളർത്തിയെടുത്തിട്ടുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ നല്ല മാർക്കറ്റിംഗ് സ്കില്ല്, നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മേഖലയിൽ ഒരു കഴിവുള്ള ആളാണ് എങ്കിൽ, അതുപോലെ തന്നെ ക്ലയൻറ്റ് കോളുകൾ ഹാൻഡിൽ ചെയ്യാൻ, ഒരു ക്ലയൻറ്റ് വിളിക്കുമ്പോൾ അതെങ്ങനെ സംസാരിക്കണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ മൾട്ടി ടാസ്കിങ് സ്കിൽ. നാച്ചുറലി കസ്റ്റമർ സപ്പോർട്ടും അഡ്മിനും എന്ന് പറയുമ്പോൾ മൾട്ടി ടാസ്കിങ് സ്കിൽ, ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം ചെയ്തെടുക്കാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ മൾട്ടി ടാസ്കിങ് എന്ന് പറയുക. അപ്പോൾ അത്തരത്തിലുള്ളൊരു കഴിവ്, നല്ല പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ഉള്ള ഒരാളായിരിക്കണം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ബേസിക് ഒരു ഓഫീസ് മാനേജ്മെൻറ്റ് സ്കില്ലൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ, നല്ല ലാംഗ്വേജ് സ്കില്ലുണ്ടെങ്കിൽ, ഇഫ് യു ഹാവ് ഗുഡ് എക്സലൻറ്റ് കേപ്പബിലിറ്റി, നോളജ് ഓർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇൻ ഇംഗ്ലീഷ്, ഇതെല്ലാം ഉണ്ട്. കമ്പ്യൂട്ടർ യൂസേജ് സ്കിൽസ് ഇൻ മൈക്രോസോഫ്റ്റ് ഓഫീസ്, ഈ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് ഒരു കഴിവ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഓപ്പർച്യൂണിറ്റിക്ക്, ഈ ബ്രാൻഡ്ഫെൽ ടെക്നോളജീസ് നൽകുന്ന കസ്റ്റമർ സപ്പോർട്ട് ആൻഡ് അഡ്മിൻ ഓപ്പർച്യൂണിറ്റിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ അവർ പറഞ്ഞിട്ടുള്ളത് 13 മാർച്ച് 2025 ആണ്. മാർച്ച് 13, 2025 ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മുടെ മുന്നിൽ സമയമുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഫെബ്രുവരി 8 അപ്പോൾ ഫെബ്രുവരി 8 മുതൽ ഇത്രയും സമയം നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ച് അഡ്വാൻസ് ആയിട്ട് തന്നെ നിങ്ങളൊന്ന് അപ്ലൈ ചെയ്തൊക്കെ വെക്കാൻ ശ്രമിക്കുക. ഏതായാലും ഈ മാർച്ച് 13 നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു വീഡിയോ ഈ ചാനലിലൂടെ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം. വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ആ ലൈക്ക് ബട്ടണൊക്കെ ഒന്ന് ഹിറ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോയിലൂടെ ഈ അവസരം ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തൊന്നും കൊടുക്കാൻ മടിക്കേണ്ട.
വൺസ് അഗെയിൻ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്.